ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദഗോപൻ ആദ്യം ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം പൂജിച്ചു. അതിനുശേഷം ബ്രാഹ്മണരെയും പശുക്കളെയും അഗ്നിയെയും ആരാധിച്ചു. ഗോവർദ്ധന സേവയ്ക്കായി ധനവും പൂജാസാമഗ്രികളും സമർപ്പിച്ചു. എല്ലാവരും ആനന്ദത്തോടെ ആടിയും പാടിയും ഭഗവാനോടൊപ്പം ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ഭുതകരമായൊരു ദിവ്യരൂപം സ്വീകരിച്ചു. ഞാൻ ഗോവർദ്ധനമാണ് എന്ന് അരുളി ചെയ്തുകൊണ്ട് ശൈലരൂപത്തിൽ തലയുയർത്തി സമർപ്പിച്ച എല്ലാ ഭോഗങ്ങളും സ്വീകരിച്ചു. ഈ ദൃശ്യം കണ്ട ഗോപികകളും ഗോപന്മാരും വിസ്മയഭരിതരായി നിന്നു. തങ്ങൾക്കും തങ്ങളുടെ ഗോക്കൾക്കും എന്നും സുഖസമൃദ്ധിയോടെ ജീവിക്കാനാകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. പൂജയിൽ പങ്കെടുത്ത സകലരും ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ച് തങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ആരാണ് ശ്രീകൃഷ്ണന്റെ ചരിത്രവും ഗോവർദ്ധനോത്സവവും ഭക്തിപൂർവ്വം ശ്രവിക്കുന്നത്, അവരുടെ സർവ്വപാപങ്ങളും നശിച്ച് അവർ പവിത്രരായി മാറും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇതോടെ മൂന്നാം